നമുക്കിന്നൊരു യാത്ര പോയാലോ? എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് ചോദിച്ചാൽ ഞാൻ കുറച്ച് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിനെ പറ്റി കുറച്ച് വിശേഷണങ്ങൾ പറയാം. നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിൽ തീരദേശമില്ലാത്ത ഒരു ജില്ലയാണിത്. ഈ ജില്ലയുടെ പ്രധാനമായ സാമ്പത്തിക രംഗം എന്ന് പറയുന്നത് കൃഷിയാണ്. അതുകൊണ്ട് തന്നെ കലവറകളുടെ നാടെന്നും നമ്മുടെ ഈ ജില്ല അറിയപ്പെടുന്നുണ്ട്. മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ധാരാളം കരിമ്പനകൾ ഉള്ളതിനാൽ കരിമ്പനകളുടെ നാടെന്നും ഈ ജില്ലയെ അറിയപ്പെടുന്നുണ്ട്. നെല്ല് കൃഷിക്ക് പേരുകെട്ട നാടാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഭാരതപ്പുഴ ഈ ജില്ലയിലൂടെ ഒഴുകുന്നുണ്ട്. മലമ്പുഴ ഡാം, നെല്ലിയാമ്പതി, പറമ്പിക്കുളം ടൈഗർ റിസർവ് ഇതൊക്കെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സ്ഥലം മനസ്സിലായിട്ടുണ്ടോ അല്ലേ? അതെ ഗൈസ്, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പാലക്കാടിനെ പറ്റിയാണ്. നമ്മൾ ഇന്ന് പോകുന്ന വൺ ഡേ ട്രിപ്പ് പാലക്കാടിലേക്കാണ്. ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് കൽപ്പാത്തിയിലേക്കാണ്. കൽപ്പാത്തി അഗ്രഹാരം, ആ ഒരു വൈബ്, അവിടുത്തെ ഫുഡല്ലേ നമ്മൾ കഴിക്കാൻ പോകണം. അവിടെ നിന്ന് ഫുഡും കഴിച്ച് അവിടെ ഒന്ന് കറങ്ങി അടിച്ച് നടക്കാൻ പോവാണ്. ഒട്ടും വെയിലില്ലാത്തത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അമ്പലത്തിൽ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റില്ല. സോ വി ആർ ഹെഡിങ് ടു എ പുഴ. ഓ, വറ്റി വരണ്ട് കിടക്കണം. നോക്ക്, ഇത്രയും നേരം വെയിലൊക്കെ നടന്നിട്ട് ഓ ഇപ്പം ഈ തണലത്തത് എന്തൊരു ആശ്വാസം. നല്ല കാറ്റ്. ആക്ച്വലി മഴ ഉണ്ടായിരുന്നെങ്കിൽ, നല്ല വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നൈസായ ഈ സ്ഥലം. പക്ഷെ വെള്ളമില്ല, മഴയില്ല, മൊത്തം വരണ്ട് കിടക്കണം. കുറച്ച് കഴിച്ച് കണ്ടേ അവിടെ ചെടിയാ. അല്ല, ക്വാണ്ടിറ്റി ഉണ്ട് ഇല്ലേ? നോക്ക്, കരിഞ്ഞ മനുഷ്യൻ. ഓ, ഇവിടുത്തെ ചൂട്, വെയിലും ചൂടെന്ന് പറഞ്ഞാണ്ടല്ലോ. നോക്ക്, ഇപ്പം ഞാൻ നിൽക്കുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ്. അവിടുന്ന് ഇവിടം വരെ ഞാനിരുന്ന സൈഡായിരുന്നു വെയിൽ. ഒരിത്തിരി പോലും വെയിൽ മിസ്സാക്കിയിട്ടില്ല, എല്ലാം കൊണ്ടിട്ടുണ്ട്. ഹോട്ടലിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി എന്നെ കാണാൻ വന്നു. ആഫ്റ്റർ ദാറ്റ് എൻ്റെ എല്ലാം മൂടും പോയി ഗൈസ്.
13-ാം തീയതി വരേണ്ടതായിരുന്നു. ഇത് ഇത്ര നേരത്തെ കെട്ടിയെടുത്തെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ശരിക്കും ടയേർഡായി. പിന്നെന്താ, പിന്നെ ഈ ചൂടും വെയിലും. അയ്യോ, അവരെല്ലാവരും ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോയി. ഐ എം സ്റ്റിൽ ഹിയർ ഇൻ ടിക്കറ്റ് കൗണ്ടർ സെക്ഷൻ. എനിക്ക് വയ്യ നടക്കാൻ. ആക്ച്വലി അവരെല്ലാവരും അങ്ങോട്ട് നടന്നു, പിന്നെ ഞാൻ മാത്രം അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഇവിടെ വരെ വന്നതാണല്ലേ വേദന സഹിച്ച്. ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഗ്രാമമുണ്ട്, ഗ്രാമത്തിൽ കൂടിയുള്ള യാത്ര. ഈ ഓലമേഞ്ഞ വീടും നമ്മൾ തിളക്ക സിനിമയിൽ കാണുന്ന രീതിയിലുള്ള വേലിയില്ലേ, അങ്ങനെയുള്ള സ്ഥലമൊക്കെ. ഇത് കണ്ടോ, വറ്റി വരണ്ട് കിടക്കുന്നു. അതൊക്കെ നൈസായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല. എൻ്റെ വീഡിയോ എടുക്കലെല്ലാം മൂടും പോയി. അയ്യോ, എനിക്ക് നടക്കാനും വയ്യ. നമുക്ക് മുകളിൽ പോയി നോക്കാം, വെള്ളച്ചാട്ടം കാണാം. ആണോ? കാല് ഇതിനകത്ത് ഇടുവാണെങ്കിൽ ഫ്രീ ആയിട്ടൊരു ഫിഷ് സ്പാ കിട്ടും. കാലിട്ടൊക്കെ കിട്ടും, പക്ഷെ ഭയങ്കര വലിയ മീനൊക്കെ ഉണ്ട്. എനിക്ക് പേടി. നൈസായിരുന്നു. എനിക്ക് പേടിയാണ് ഗൈസ്. ഞാനിങ്ങനെ പണ്ട് റീൽസിൽ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഫിഷ് സ്പാ ചെയ്തിട്ട് കാലിനകത്ത് ഇതൊക്കെ ആയി പോകുന്നത്. ഇത് നാച്ചുറലാണ്, പക്ഷെ വലിയ മീനൊക്കെ ഇതവിടെ ഫേമസ് മാങ്ങയാണ് ഗൈസ്. നമ്മൾ വരുന്ന വഴിക്ക് ഫുള്ള് ഇത് തന്നെ മാങ്ങ. അല്ല എന്താ അറിയ അടപ്പ് ചായ ട്രെയിൻ ഉണ്ടാവും, ട്രെയിൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് സൗദിയിൽ തിരുപ്പോയാൽ പോലെ. അപ്പൊ ഞങ്ങൾ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാത്ത കൊണ്ടാണ് കേട്ടത്. ഞങ്ങൾ വിളിച്ചപ്പോൾ ഫോൺ എടുക്കണ്ടേ. ഒരു വണ്ടി ജീപ്പായിട്ട് വരാമെന്ന് പറഞ്ഞു. അവർ 200 രൂപ പറഞ്ഞു ജീപ്പിന് ഒരൊറ്റ ജീപ്പ്. ഗൈസ്, നമ്മളിന്ന് ഈ ചായക്കടയിൽ ചായ കുടിക്കാൻ പോവാട്ടാ. Look at this. Oh God. അവിടെ മല. അമ്മേ,
പിന്നെ 2 ദിവസം ഡ്യൂട്ടി ഉണ്ട്. പരിപ്പോടല്ലേ എല്ലാവർക്കും ഉണ്ടാവും. ചേട്ടാ നോക്ക് നമ്മൾ കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് 7:45 ട്രെയിൻ. 7:45 നമുക്ക് ട്രെയിൻ. സോ നമ്മൾ വിചാരിച്ച് നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എറണാകുളം ടൗണിൽ പോയി ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് സൗത്തിലോട്ട് പോയിട്ട് അവിടെ നിന്ന് ബസ്സിന് വീട്ടിലോട്ട് പോകാൻ വിചാരിച്ച്. ഇത് എറണാകുളം ടൗൺ എത്തുമ്പോൾ തന്നെ രാത്രി 12:30-12:45 സംതിങ് ആവും. സോ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്.